വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. വരാനിരിക്കുന്ന PWD അതുപോലെ തന്നെ ഇറിഗേഷൻ എക്സാംസിനൊക്കെ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ലെവലിലുള്ള കുറച്ച് റെയിൽവേയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ട്രാൻസിഷൻ കർവ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യൻ റെയിൽവേ? സർക്കുലർ സ്പൈറൽ, ക്യൂബിക് സ്പൈറൽ, ലെംനിസ്കേറ്റ്സ്, ക്യൂബിക് പരാബോള. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ക്യൂബിക് പരാബോള. ഇമ്പോർട്ടൻ്റ് ആണ്. ക്യൂബിക് പരാബോള നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ എടുത്ത് പറയുന്നുണ്ട് കർവ് പ്രിഫേർഡ് ബൈ ഇന്ത്യൻ റെയിൽവേ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റോഡിൻ്റെ കേസിലൊക്കെ കൊടുക്കുമ്പോൾ കൂടുതലും വാലി ബേസിസിലാണ്, വാലി കർവിലാണ് കൂടുതലും ക്യൂബിക് പരാബോള സ്യൂട്ടബിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഐഡിയൽ ട്രാൻസിഷൻ കർവ് ഏതെന്ന് ചോദിച്ചാൽ അത് ക്ലോത്തോയിഡൽ കർവാണ്. ഐഡിയൽ ട്രാൻസിഷൻ കർവ് ഏതെന്ന് ചോദിച്ചാൽ അത് ക്ലോത്തോയിഡൽ കർവാണ്. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ക്ലോത്തോയിഡൽ കർവ്. ഇനി ഇതിൽ ലെംനിസ്കേറ്റ്സ് എന്ന് പറയുന്നൊരു സംഭവം പറയുന്നുണ്ട്. ബെർണോളിയസ് ലെംനിസ്കേറ്റ്സ് എന്ന് പറയുമ്പോൾ മോഡേൺ റോഡ്സ് അതുപോലെ തന്നെ ഈ ഡിഫ്ലക്ഷൻ ആംഗിളൊക്കെ ഹൈ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ ബെർണോളിയസ് ലെംനിസ്കേറ്റ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സേഫ് സ്പീഡ് v on a curve of radius 970 meter provided with a transition curve on broad gauge track is. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന സേഫ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, സേഫ് സ്പീഡ് ഓൺ എ കർവ് ഓഫ് റേഡിയസ് 970 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 6 തന്നിട്ടുണ്ട് ഇല്ലേ, 6ആണ് 970 മീറ്റർ എന്ന് തന്നിട്ടുള്ളത്. ബ്രോഡ് ഗേജ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആ ഒരു ബ്രോഡ് ഗേജിൻ്റെ ബേസിസിലുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്താൽ മതിയാവും. നമുക്ക് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് വി മാക്സ് ഇസ് ഈക്വൽ ടു 4.58 റൂട്ട് 970 ആണ്. ഓക്കെ, 4.58 റൂട്ട് 970 എന്ന് വെച്ചാൽ 4.58 റൂട്ട് 6 വരുന്നത്. ഇത് നോർമലി നമ്മൾ എടുക്കുന്ന 100 km/h കൂടുതലാണ് എങ്കിൽ അവിടെ സേഫ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സോ 4.58 റൂട്ട് 970. സോ ആൻസർ നമുക്ക് വരുന്നത് 142 km/h. അപ്പോൾ നമുക്കറിയാം ഈ റൂട്ട് ഈ ഒരു രീതിയിലൊന്നും നമുക്ക് ചോദിക്കാറില്ല, പക്ഷേ റൂട്ടിനകത്ത് സിമ്പിളായിട്ട് സോൾവ് ചെയ്ത് പോകാൻ പറ്റുന്നതാണെങ്കിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യന് ചാൻസസ് വളരെ കൂടുതലാണ്. മാക്സിമം Count deficiency preferred on Indian broad gauge railway is. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ മാക്സിമം കാണ്ട് എഫിഷ്യൻസി ബ്രോഡ് ഗേജിന് എത്രയാണ്, മീറ്റർ ഗേജിന് എത്ര, നാരോ ഗേജിന് എത്ര എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നോർമലി നമ്മൾ ബ്രോഡ് ഗേജിന് പറയുന്നത്, ബ്രോഡ് ഗേജിന് മാക്സിമം കാണ്ട് ഡെഫിഷ്യൻസി ഉണ്ട്, അതുപോലെ സ്പീഡ് ലിമിറ്റ് ഞാൻ പറയുന്നുണ്ട്. മാക്സിമം കാണ്ട് എഫിഷ്യൻസി മാത്രം പറഞ്ഞു പോവാം. ഇതിൽ തന്നെ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്രോഡ് ഗേജ് ആണ്. ബ്രോഡ് ഗേജ് എന്ന് പറയുമ്പം 76 mm ഉണ്ട്, അതുപോലെ തന്നെ 100 mm ഉണ്ട്. 76 എന്ന് പറഞ്ഞാൽ 50 km/h സ്പീഡ് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ആണെങ്കിൽ, അതുപോലെ ഈ 100 km/h ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 100 mm ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മീറ്റർ ഗേജ് എടുക്കുകയാണെങ്കിൽ 51 mm ആണ് വരുന്നത്. നാരോ ഗേജ് ആണെങ്കിൽ 38 mm ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബ്രോഡ് ഗേജ് ആണ്. അപ്പോൾ ഇതിൽ മാക്സിമം കാണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 100 mm ആണ്. ഓക്കെ, the additional rail or similar straight piece provided parallel to the rail at a level crossing to maintain flanges way is called. ഫ്ലാഞ്ചസ് വേ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലെവൽ ക്രോസിങ്ങിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് റെയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. ഓപ്ഷൻസ് ചെക്ക് റെയിൽ, വിങ് റെയിൽ, സ്പ്ലിറ്റ് റെയിൽ, ഗാർഡ് റെയിൽ. ഇതിലേതാണ് നമ്മൾ കൊടുക്കുന്നത്? നമ്മുടെ ആൻസർ വരുന്നത് ഗാർഡ് റെയിലാണ്. ഇനി വിങ് റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനലൈസ് ചെയ്യാൻ, വീല് പ്രോപ്പർ റൂട്ടിൽ ചാനലൈസ് ചെയ്ത് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് വിങ് റെയിൽ എന്ന് പറയുന്നത്. ചെക്ക് റെയിൽ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ വിങ് റെയിലിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കൊടുക്കുന്നത്. നമ്മുടെ ഈ റെയിൽസ് ക്രോസിങ് വരുന്ന സ്ഥലത്ത് വീൽസ് ക്ലൈംബ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൈഡ് വേ മൂവ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെക്ക് റെയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദ തിൻ എഡ്ജ് ഓഫ് എ ടങ് റെയിൽ ഈസ് കോൾഡ്.
തിൻ എഡ്ജാണ്, ടങ്ക് റെയിലിൻ്റെ തിൻ എഡ്ജാണ് ചോദിച്ചിരിക്കുന്നത്. സോ ടോ, ഹീൽ, സ്വിച്ച്, ത്രോ. നമ്മുടെ ആൻസർ വരുന്നത് ടോയാണ്. ടങ്ക് റെയിലിൻ്റെ ആ ഒരു തിൻ എഡ്ജിനെ നമ്മൾ ടോ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇക്വിലിബ്രിയം കാൺ ഫോർ എ കർവ് ഓഫ് റേഡിയസ് 400 meter in a broad gauge track if the permitted speed is 50 km/h. ഓക്കെ, ആൻസർ എങ്ങനെയാണെന്ന് നോക്കാം. ഇതെങ്ങനെ ചെയ്യുന്നതെന്നാണ് നമ്മളിത് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കിവിടെ യൂസ് ചെയ്യുന്ന ഏതാണ്? കാണ്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇക്വിലിബ്രിയം കാണ്ട് ബ്രോഡ് ഗേജ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാണ്? കാണ്ട് ആയതുകൊണ്ട് തന്നെ E is equal to GV² by 127R. GV² by 127R. G എന്ന് പറയുന്നത് ഏത് ഗേജാണ്? ആ ഗേജിൻ്റെ ലെങ്ത് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ബ്രോഡ് ഗേജ് ആണ്. ബ്രോഡ് ഗേജിൻ്റെ ലെങ്ത് അറിയാമല്ലോ, 1.676 ആണ് വരുന്നത്. ഇൻറ്റു നമുക്കിവിടെ സ്പീഡ് തന്നിട്ടുണ്ടല്ലോ 50യുടെ സ്ക്വയർ ബൈ 127 ഇൻറ്റു 6 തന്നിട്ടില്ലേ? ഡയറക്റ്റ് തന്നെ തന്നിട്ടുണ്ട്. റേഡിയൻസിൽ 400 ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് 0.0822 മീറ്ററിലാണ്. പക്ഷെ നോക്കുക, യൂണിറ്റ് സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇൻറ്റു 100 ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ വരുന്നത് 8.25 സെൻറ്റിമീറ്റർ എന്നാണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി 8.25 സെൻറ്റിമീറ്റർ. റെയിൽവേയിൽ നിന്ന് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും വരുന്നത്. കാരണം ബാക്കി സബ്ജക്ട്സിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻസ് വളരെ കുറവാണ് റെയിൽവേയിൽ. അപ്പോൾ ആ ഉള്ള ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇതിൽ നിന്ന് തന്നെ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റൈസിംഗ് ഗ്രേഡിയൻറ്റ് അലോങ് വിച്ച് ട്രെയിൻ ക്ലൈംസ് ഓൺലി ദ ഹെൽപ്പ് ഓഫ് അഡീഷണൽ ലോക്കോമോട്ടീവ് ഈസ് കോൾഡ്. റൂളിംഗ് ഗ്രേഡിയൻറ്റ്, മൊമെൻറ്റം ഗ്രേഡിയൻറ്റ്, പുഷർ ഗ്രേഡിയൻറ്റ്, സൂപ്പർ എലിവേഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. പുഷർ ഗ്രേഡിയൻ്റ് ആണ് വരുന്നത്. പുഷർ ഗ്രേഡിയൻ്റ്. ഓക്കെ, അഡീഷണൽ ആയിട്ടുള്ള ഒരു എൻജിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ് ആ ഒരു ഗ്രേഡിയൻസ് ബേസ്, ആ ഒരു ഫോഴ്സ് അവിടെ കൊടുക്കുന്നുണ്ട് എൻജിൻസിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതാണ് പുഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. മൊമെൻറ്റം ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റീപ്പറായിട്ടുള്ള ഏരിയയിലാണ് നമ്മൾ മൊമെൻറ്റം ഗ്രേഡിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. റൈസും ഫാളും ഒക്കെ കണ്ടിന്യൂസ് വരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ മൊമെൻറ്റം ഗ്രേഡിയൻ്റ് കൊടുക്കുന്നത്. റൂളിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന മാക്സിമം നമ്മൾ അലൗബിൾ ആയിട്ടുള്ള ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ നോർമലി കൊടുക്കുന്ന മാക്സിമം ഗ്രേഡിയൻറ്റിനെയാണ് റൂളിംഗ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Equilibrium count for a 3-degree curve on a broad gauge track if the permitted speed is 70 km/h. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ റേഡിയസ് കറക്റ്റ് തന്നിട്ടില്ല, ഡിഗ്രി ബേസിസിലാണ് നമുക്ക് തന്നേക്കുന്നത്. ആ ഡിഗ്രി ബേസിസിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ അവിടെ റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ഇവിടുത്തെ വ്യത്യാസം. ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്. ഇക്വേഷൻ ഏതാണ് വരുന്നത്? ഈ കാണ്ട് ആയതുകൊണ്ട് തന്നെ E is equal to GV² by 127R. ഇതിൽ R നമുക്ക് തന്നിട്ടില്ല, ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ തന്നിട്ടില്ല. പക്ഷേ കർവ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡെസിഗ്നേഷൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിഗ്രിയിൽ തരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? 120 എന്നും പറയും. ചില ടെസ്റ്റിൽ 1719/R എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് 1720/R എന്ന് എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? R കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? അപ്പോൾ R is equal to 1720 നമുക്ക് തന്നിരിക്കുന്ന 3 ഡിഗ്രി. ഇനി ഇതിന് നേരെ എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഈ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. E is equal to G. ശ്രദ്ധിക്കുക, G ഇവിടെ പറഞ്ഞിരിക്കുന്ന ബ്രോഡ് ഗേജ് ആണ്. 1.676 ഇൻറ്റു അതുപോലെ V നമുക്ക് പറഞ്ഞിട്ടുണ്ട് 70/127 ഇൻറ്റു ആറിന് പകരം 1720/3. ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ഈ ഒരു ആൻസറാണ് കിട്ടുന്ന മീറ്ററിൽ. അതും ശ്രദ്ധിക്കുക, ഓപ്ഷനിൽ സെൻറ്റിമീറ്റർ ആണ് കിടക്കുന്നത്. അപ്പോൾ ഇൻറ്റു 100 കൊടുക്കുക, നമുക്ക് 11.25 എന്നായിരിക്കും വരുന്നത്. ഓക്കെ, 25 ആയിരിക്കും വരുന്നത്, 25 സെൻറ്റിമീറ്റർ. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി 11.25 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗ്രേഡിയൻറ്റ് വിച്ച് ഡിറ്റർമൈൻസ് ദ മാക്സിമം ലോഡ് ദാറ്റ് ദി എൻജിൻ ക്യാൻ ഹൗൾ ഓൺ എ സെക്ഷൻ. റൂളിംഗ് ഗ്രേഡിയൻറ്റ്, മൊമെൻറ്റം ഗ്രേഡിയൻറ്റ്, പുഷർ ഗ്രേഡിയൻറ്റ്, സൂപ്പർ എലിവേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ
മാക്സിമം ലോഡാണ് പറഞ്ഞിരിക്കുന്നത്. ആ എഞ്ചിനിലെ ഹൗൾ ഓൺ സെക്ഷൻസിൽ നമ്മൾ നോർമലി മാക്സിമം കൊടുക്കുന്ന ഏത് തന്നെയാണ് റൂളിംഗ് ഗ്രേഡിയൻ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, മാക്സിമം കൊടുക്കുന്ന റൂളിംഗ് ഗ്രേഡിയൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പോയിൻറ്റ്സ് ഓർ സ്വിച്ചസ് വിൽ ബി ദയർ ഇൻ എ ടേൺ ഔട്ട്? ടേൺ ഔട്ടിൽ എത്ര സ്വിച്ചസ് ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ പോയിൻറ്റ്സ് ആണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആൻസർ 2 ആണ് വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ ഇൻ റെയിൽവേ അറൈസസ് ഇൻ കേസ് ഓഫ്. ഇതിൽ ഏത് കേസസിലാണ് നെഗറ്റീവ് സൂപ്പർ എലിവേഷൻ കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെയിൻ ആൻഡ് ലൂപ്പ് ലൈൻസ്, സിമിലർ ഫ്ലക്ഷ്വർ, ട്രാൻസിഷൻ കർവ്, കോൺട്രാക്ടറി ഫ്ലക്ഷ്വർ. ഏതാണ് ആൻസർ? നമുക്ക് ആൻസർ വരുന്നത് കോൺട്രാക്ടറി ഫ്ലക്ഷ്വർ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ കറക്റ്റ് ആ ഒരു വരുന്ന കർവിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ആ കർവ് കയറി വരുന്നതെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ കോൺട്രാക്ടറി ഫ്ലക്ഷ്വർ എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ ഫ്ലക്ഷ്വറിലല്ല വരുന്നത്, ശ്രദ്ധിക്കുക, കോൺട്രാക്ടറി ഫ്ലക്ഷ്വർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, grade compensation on broad gauge tracks suggested in Indian Railway is. Grade compensation on broad gauge ആണ് ട്രാക്സ് സജസ്റ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലും കുറച്ച് വാല്യൂസ് നമുക്ക് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ബ്രോഡ് ഗേജിനാണെങ്കിൽ 0.04% ആണ്. മീറ്റർ ഗേജിനാണ് വരുന്നതെങ്കിൽ 0.03%. നാരോ ഗേജിനാണെങ്കിൽ 0.02%. അപ്പോൾ ഈ വാല്യൂ പഠിച്ചു വെച്ചിരുന്നാലേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് വരുന്നത്? ഗ്രേഡ് കോമ്പൻസേഷൻ ഇൻ ബ്രോഡ് ഗേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഉള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 0.04D ആണ് നമുക്ക് വരുന്ന ആൻസർ. അപ്പോൾ ശ്രദ്ധിക്കുക, ബ്രോഡ് ഗേജ് 0.04%, മീറ്റർ ഗേജ് 0.03%, നാരോ ഗേജ് എന്ന് പറയുന്നത് 0.02% ആണ് വരുന്നത്. Next question, for Indian Railway, vertical curves are provided at junctions of grades when the difference between the grades is greater than. സ്വാഭാവികമായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. ബി ആണ് വരുന്ന 0.4%. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർ ഇന്ത്യൻ റെയിൽവേസ് വെർട്ടിക്കൽ കർവ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആർ പ്രൊവൈഡഡ് ഓൾ ജംഗ്ഷൻസ് ഓഫ് ഗ്രേഡ്സ് വെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗ്രേഡ്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0.4%.